അത് കറക്റ്റായിട്ട് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഹെൽത്ത് കോൺഷ്യസ് ആയി ഹെൽത്ത് വൈസ് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ദൈവത്തെ ഓർത്ത് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് മാത്രമേ ഈ സാധനങ്ങൾ അല്ല ഞാൻ എപ്പോഴും പറയും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ അത് ഏത് ഇൻഫ്ലുവൻസർ ആണെങ്കിലും ഒരു സാധനവും തേക്കുകയും ചെയ്യരുത് കഴിക്കുകയും ചെയ്യരുത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് പിന്നീട് എന്തെങ്കിലും പ്രശ്നമായിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അത് കറക്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സ്കിൻ ഡോക്ടറിനോ ഒക്കെ കറക്റ്റായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ പറയുന്ന സാധനമൊക്കെ എടുത്ത് കഴിച്ചാൽ നല്ല പണിയും കിട്ടും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എൻ്റെ മിക്ക വീഡിയോസിലും ഞാൻ പറയുന്നത് ഇതൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് മാത്രം. അതെ, പേഴ്സണലി ചോദിക്കാറുണ്ട് ഇപ്പം പിമ്പിൾസ് ഒക്കെ ചേച്ചി ഈ പിമ്പിൾസിന്റെ ഈ സാധനം ദൈവത്തെ ഓർത്ത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഈ നമ്മളടുത്ത് ചോദിക്കാറുള്ള കസ്റ്റമർ നമ്മൾ ഡോക്ടറെ കാണാനാ പറയുന്നത്, നമ്മളായിട്ടൊന്നും ഇത് പറയത്തില്ല. കാരണം അത് ചിലപ്പോൾ അത് നമ്മൾ ചെയ്യുന്നൊരു ദ്രോഹമായിരിക്കും. നമ്മൾ ഇത്രയും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ഇത്രയും നാളും ബിൽഡ് ചെയ്ത ഒരു പ്രൊഫൈലുണ്ട്. എൻ്റെ ഒരു പാർവതി കൃഷ്ണ എന്ന് പറയുന്ന എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഇട്ടേക്കുന്ന ഓൾമോസ്റ്റ് 90% സാധനങ്ങൾ എന്ന് പറയുന്നത് 90 to 95% സാധനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ അത്രയും യൂസ് ചെയ്ത് അത്രയും എഫക്റ്റീവ് ആവണമെന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ബ്രാൻഡ്സിൽ നിന്നൊക്കെ ഞാൻ ഒരു മാസമൊക്കെ ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ വീഡിയോ ചെയ്യുന്നത്.